ആരാ? കഷ്ടം. ഏട്ടന്റെ ഈ നിലകണ്ട് ഞാൻ കഷ്ടമെന്ന് പറഞ്ഞു പോയതാണ്. മനുഷ്യൻ ആകാശത്തോളം വളർന്നാലും മതി മറക്കരുത്. നമുക്ക് കാളികാവിലേക്ക് പോകണ്ടേ? അമ്മയും പൂജാരിയും കാണണ്ടേ? കോട്ടയിലെടുത്ത പണം നഷ്ടപ്പെട്ടവർക്കായി വീതിച്ചു കൊടുക്കണ്ടേ? ഇവിടെ ഈ പെണ്ണുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ തായി എന്റെ ഭാര്യയാണ്. ഞാൻ പൊന്നാവരം കോട്ടയ്ക്ക് ഉടമയുമാണ്. ഇവിടുത്തെ ഒരു വെള്ളിക്ക് പോലും ആർക്കും അവകാശമില്ല. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നിനക്ക് പോകാം. ഓഹോ, മറ്റൊരു കേളുമൂപ്പനാകാൻ ശ്രമിക്കുകയാണ്. കടന്നു കളിക്കുകയാണോ? ഇറങ്ങിപ്പോയി. തൊട്ടുപോകരുത്. എനിക്കും വാള്. ഈ പ്രതിമ ഇതിനു മുൻപ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ശ്വസിക്കുന്നു. ശ്വസിക്കുക മാത്രമല്ല, ഇത് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നു, ഇതിവിടെ ഉള്ള കാലം വരെ നമുക്ക് സമാധാനമുണ്ടാവില്ല. ദയവ് ചെയ്ത് പറഞ്ഞയക്കണം. ഈ നടാടെ പറഞ്ഞുകൊണ്ട് ഞാൻ അനുസരിക്കുകയാണ്. ഞാൻ പോകുന്നു, തിരിച്ചു വരാനായിക്കൊണ്ട്. ദാസന്മാർ ഇപ്പോൾ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ദാസനാകാനല്ല, ദാഹം തീർക്കാൻ. കുടിനീര് കൊണ്ടല്ല, ചുടിച്ചോര കൊണ്ട്. തിരുവടിയെ ഞാൻ അയച്ചത് ജീവൻ കൊടുത്തും അവരോടൊപ്പം നിൽക്കാനാണ്, വിട്ടുപോരാനല്ല. ഓർക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. വന്നതൊക്കെ വന്നു. ഇനി എന്ത് ചെയ്യണമെന്നാണ്? ഇനി ഈ കാത്തിരിപ്പ് ഞാൻ സഹിക്കില്ല. ആരാ അത്? കമ്മുവല്ലേ? അതെ, എന്റെ മോൻ. മോനെ, കമ്മു. കളാരനവിടെ? പൊന്നാപുരം കോട്ടയിൽ സുഖമായിരിക്കുന്നമ്മേ. എന്ത്? ഉപ്പാറ്റി വിഷമിക്കാതിരിക്കും. കാവിലമ്മയുടെ കാരുണ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിക്കും. നമ്പിക്ക് നിറച്ചു വിളമ്പ് മക്കളെ. ഇളയരാജാവിന്റെ കൈകൊണ്ട് വിളമ്പിയപ്പോഴേ അടിയന്റെ വയറ് നിറഞ്ഞു. ഓ, വയറ് മാത്രമേ നിറഞ്ഞുള്ളൂ, കണ്ണും കരളും നിറഞ്ഞില്ലേ? പാലൂരേക്ക് കാവിലമ്മ തന്ന കാവലാണ് നമ്പിന്ന് നനയ്ക്കുന്നു. ആരും ഒരുമില്ലാത്ത നമ്പിക്ക് ഇനി ഞങ്ങളാണ്. കേട്ടോ നമ്പി, ചങ്ങാതി നമ്പിയെ ചലിച്ചെങ്കിലും കേളുമൂപ്പന്റെ കഥ കഴിച്ചല്ലോ, നാട് രക്ഷപ്പെട്ടു. കണ്ണന്റെ ഈ കുറുമ്പ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ വരട്ടെ. ബാലയുടെ കഴുത്തിൽ നമ്പി നാഗമാല ചാർത്തിയിട്ട് മതി ശേഷം കാര്യങ്ങൾ. എനിക്കൊരാശ്വാസവുമായി. കെട്ടുകഴിഞ്ഞാൽ കറുവഞ്ചേരിയിലെ അച്ഛനില്ലാത്ത മക്കൾക്കെതിരെ ബാലയ്ക്ക് വാളെടുക്കേണ്ടി വരില്ല. ആ, ഇന്ന് തന്നെ പൂജാരിയെ വരുത്തി മുഹൂർത്തം നിശ്ചയിക്കണം. എനിക്ക് മതിയമ്മേ, തൃപ്തിയായി. കാവിലെ കരുനാഗങ്ങളെ സാക്ഷി നിർത്തി കത്തിനിക്കും തിരിക്കും മുൻപിൽ വെച്ച് ചൊല്ലണം, എന്റെ കാണപ്പെട്ട ദൈവമാണ് തമ്പുരാൻ. എനിക്ക് ഇവിടുന്നല്ലാതൊരു പുരുഷനില്ല, ഇവിടുന്നില്ലാത്തൊരു കല്യാണ പന്തലില്ല. നീ എപ്പോഴേ എന്റേതായി കഴിഞ്ഞു. 7 നാൾ കൂടി കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഞാൻ നാഗമാല ചാർത്തും. തിങ്കൾ 7-ന് ഈ കാളികാവിലെ പൂജയ്ക്ക് മണികൊട്ടും നേരത്ത് അന്ന് രാത്രിയിൽ എന്റെ ബാലയോട് എന്റെ കഥകൾ മുഴുവൻ ഞാൻ പറയും. എവിടുന്നെന്നും ഏതെന്നും അറിഞ്ഞ് സ്നേഹിച്ചവളല്ല ഞാൻ. എന്റെ തമ്പുരാന് എന്താണ് എന്നോട് ഉരിയാടാനുള്ളത്? എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല. 7 നാൾ 7 യുഗങ്ങൾ പോലെ. അയ്യോ, കാവിലെ തിരി അണഞ്ഞല്ലോ.
കല്യാണം ഇനി വന്ന് മൂക്കത്തെത്തി. കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പോയി നമ്പി ഇതുവരെ കണ്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വാങ്ങണം? കല്യാണ പെണ്ണിന് പുടവ, പട്ട് കവുക്ക, പാലയ്ക്ക മോതിരം, ശർക്കര ഉണ്ട. ഉണ്ട നിന്റെ ഒരു ഉണ്ട. ഞാൻ നിന്നെ ഏറ്റവും കല്യാണക്കാരും പറഞ്ഞപ്പോ അവിടെ ഒരു കൊതിയുണ്ടില്ലയോ? കാളിയാവിലെ കാളപ്പോരിന് നിന്നെ ഞാൻ അംഗം വെട്ടു നോക്കിച്ചു. ഇളയരാജാവ് ഇപ്പോഴും എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ. രാജകുമാരിയും ഉണ്ടോ കൂടെ? കോട്ടയിലേക്ക് വരൂ. ഇതെന്താ പിന്നെ? ആരും അറിയണ്ട. ഞാൻ പൊന്നാപുരത്തേക്ക് പുറപ്പെടുകയാണ്. അമ്മയോട് പറഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞേക്കാം. ഓ, ഈ തത്ത വഴിയിൽ നിന്ന് കിട്ടി. നമ്പിയുടെ കല്യാണത്തിന് നിന്നില്ലേ? ആ താലികെട്ട് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമോ? എന്റെ അച്ഛനെ കൊന്ന, എന്റെ തറവാട് നശിപ്പിച്ച പാലൂർ ബാലയെ എന്റെ അനിയൻ താലി കെട്ടുന്നു. അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമോ? അവളെ ഞാൻ ഈ കോട്ടയിൽ വെപ്പാട്ടിയായി കൊണ്ടുവരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കറുവഞ്ചേരി കുറുപ്പിന്റെ മൂത്തമാനാണ് ഞാൻ. കണ്ണനല്ല, കണാരൻ. എന്റെ അനിയനാണ് കമ്മു. നമ്പിയല്ല. ഇളയരാജാവായി വന്നത് പാലൂര് ബാലയാണ്. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഇളയരാജാവായി എന്ന ബാല, ഞാൻ എല്ലാം അറിഞ്ഞു. നീ വേഗം രക്ഷപ്പെടൂ. തേയി, സത്യമാണോ ഈ പറയുന്നത്? അതേ ബാലെ, നിന്നെ എന്റെ സഹോദരി പോലെ ഞാൻ കാണുന്നു. വേഗം രക്ഷപ്പെടൂ. എങ്ങനെ? പൊന്നാവരത്തമ്മേ, വരൂ. വേണ്ട, വരൂ ബാലെ, വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. ബാലെ, വേഗം രക്ഷപ്പെടൂ. വേണ്ട തേയി, എന്നെ രക്ഷിച്ചാൽ കണാരൻ തേയെ കൊന്നുകളയും. കൊന്നോട്ടെ, ഞാൻ മരിച്ചാലും നീ രക്ഷപ്പെടണം. ഈ കോട്ടയിലെ കൊടിയ ആക്രമങ്ങൾക്ക് എനിക്ക് പ്രാശ്ചിത്തം ചെയ്യണം. പൊന്നാവരം കോട്ട ഇനി ആക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല. ഈ കോട്ടയിലെ ശാപങ്ങൾ കഴുകി ശുദ്ധമാക്കാൻ എന്റെ രക്തം ഒഴുകിക്കൊള്ളട്ടെ. പോകൂ, വേഗം പോകൂ. കണാരനെത്തി, പോകൂ. ചാടിക്കൊള്ളൂ, കുതിരപ്പുറത്തേക്ക് ചാടിക്കൊള്ളൂ. എവിടെ? കൂടെ കൊണ്ടുവന്ന തത്ത എവിടെ?
ബാല രക്ഷപ്പെട്ടു. കമ്മു വേഗം പൊയ്ക്കൊള്ളി. ഈ രക്ഷയുണ്ടെങ്കിൽ ഏട്ടന്റെ മന്ത്രശക്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോട്ട കടക്കാൻ അമ്മാവന്റെ ഈ രക്ഷ സഹായിക്കും. കേളുമൂപ്പിന്റെ രക്ഷ നീ അവന് കെട്ടിക്കൊടുക്കുകയാണല്ലേ? ഞാൻ നാട്ടില്ലാത്ത തക്കം നോക്കി എന്റെ ബാലയെ തപ്പയാക്കിക്കൊണ്ടുവന്ന നാണം കെട്ടവനെ കടക്കാപ്പുറത്ത് മനസ്സില്ല. കാണട്ടെ നിന്റെ ചങ്കൂറ്റം. അമ്മയോട് പറയും ഞാൻ നിന്റെ മടിയിൽ കിടന്നാണ് മരിച്ചതെന്ന്. എനിക്ക് വേണ്ട ശിക്ഷ കിട്ടിയെന്ന് പറയും. എനിക്ക്